ഏവർക്കും നമസ്കാരം. മതപരമായ മേഖലയിൽ നമ്മുടെ മത അനുഭവങ്ങളിൽ ഒട്ടുമുക്കാലും നാം അല്പം പോലും ശ്രദ്ധ കൊടുക്കാതെ ഏതാണ്ട് ഉറക്കമട്ടിൽ വത്ത് സൂക്ഷിക്കുന്ന ചില സങ്കല്പങ്ങൾ, അത് കൂടുതലും ശബ്ദ മാധുര്യം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രീതി സമ്പാദിച്ച് കഴിയുന്നു. എന്നാൽ ആ ശബ്ദത്തിൻ്റെ പിറകിലുള്ള അർത്ഥമെന്ത് എന്ന് ആരും അന്വേഷിക്കാൻ കൂട്ടാക്കാതെ അത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ ഒരു സമാഹാരമാണ് മതമേഖലയെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആ ഒരു യാഥാർത്ഥ്യം അല്പമൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ യേശു എന്തിനു വേണ്ടി വന്നു എന്നതിനെപ്പറ്റിയുള്ള ആ പ്രഖ്യാപനം, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം ഒരു വ്യക്തിയെ കരുതുന്നോ ഇല്ലയോ, വിലമതിക്കുന്നോ ഇല്ലയോ, ശ്രദ്ധിക്കുന്നുവോ ഇല്ലയോ, കാര്യമായിട്ടെടുക്കുന്നോ ഇല്ലയോ എന്നത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ആ വ്യക്തി ഏത് ഉദ്ദേശത്തോടുകൂടെ വന്നു എന്നതിനോട് നാം പുലർത്തുന്ന സമീപനം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരെങ്കിലും വീട്ടിൽ വന്നു, ആ വരുന്ന വ്യക്തിയോട് നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം എന്തിനു വേണ്ടി വന്നു എന്നതിനെ ശ്രദ്ധിക്കാതെ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ പറയാതെ ശ്രദ്ധിക്കാതെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ വന്ന ആളിന് തികച്ചും വ്യക്തമായി മനസ്സിലാകും, എൻ്റെ വരവ് ഇവിടെ അത്ര നന്നായില്ല. ഉദാഹരണമായിട്ട്, ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ഒരു പ്രതിശ്രുത വരൻ വന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ യോഗ്യനായ ഒരു പുരുഷൻ വന്നു, വീട്ടിൽ വന്നു. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അവനെപ്പറ്റി രാഷ്ട്രീയം ചോദിക്കുന്നു, സാംസ്കാരിക മേഖല ചോദിക്കുന്നു, അവൻ്റെ കൂട്ടുകാരെപ്പറ്റി ചോദിക്കുന്നു, അവൻ്റെ പൂർവികന്മാരെപ്പറ്റി ചോദിക്കുന്നു, അവൻ്റെ അയലത്തുള്ള ഗോപാലകൃഷ്ണൻ്റെയും ഹമീദിൻ്റെയും കാര്യം ചോദിക്കുന്നു, അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വർഗീസിൻ്റെയും കുര്യാക്കോസിൻ്റെയും കാര്യം ചോദിക്കുന്നു. പക്ഷേ ആ യുവാവിനെ പറ്റി അവളൊന്നും ചോദിക്കുന്നില്ല. അവൻ പറയാൻ വെമ്പൽ കൊള്ളുമ്പോൾ അവൾ വഴുതി മാറുകയാണെങ്കിൽ അന്നേരം വിചാരിച്ചോണം കാര്യം അല്പം തകരാറിലാണ്. കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ, ഇത് യുക്തിയാണെങ്കിൽ, ന്യായമാണെങ്കിൽ, നമുക്ക് യേശുവിനോടുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവം, യേശുവിൽ നാം എടുക്കുന്ന താല്പര്യങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ അർത്ഥശൂന്യത, ഇതൊക്കെ അറിയാൻ ഒറ്റ കാര്യം മതി. യേശു തന്നെ പറഞ്ഞ തൻ്റെ പരസ്യ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അതായത് എല്ലാവർക്കും, നമുക്കേവർക്കും, എന്നാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും സമൃദ്ധമായ ജീവനുണ്ടാകണം. ആ ലക്ഷ്യത്തോട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ നിലപാട് എന്താണ്? ഇപ്പം നിലപാടെന്ന് പറയുമ്പോൾ അതിൽ നാം എടുക്കുന്ന താല്പര്യം എന്ന് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതാണ്. നിലപാടെന്ന് പറഞ്ഞാൽ താല്പര്യം. നാം ഈ ഒരു പ്രസ്താവന കേൾക്കാൻ തുടങ്ങിയിട്ട് ദശകങ്ങളായി. ഇപ്പം ഞാൻ തന്നെ കുറഞ്ഞ വർഷം 60 വർഷം ഇത് കേട്ടതാണ്. 60-65 വർഷം കേട്ടതാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സാറേ? നമ്മൾ എത്ര പേര് വാസ്തവത്തിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്? വേണ്ട, മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് പറഞ്ഞയക്കാനായി ലൈസൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കത്തനാരും മെത്രാനും ഇതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് നിങ്ങളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്?
സമൃദ്ധമായ ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എന്നതിനെപ്പറ്റി നാളിതുവരെ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ തന്നില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ലക്ഷ്യത്തോട് തികച്ചും അനാസ്ഥ പാലിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. സഭയായാലും സമൂഹമായാലും വ്യക്തിയാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും യേശുവിനെ വലിയ ആരാധനയാണ്. പാടി സ്തുതിച്ച് കൈയടിച്ച് മറുഭാഷ പറഞ്ഞങ്ങ് ഉഴഞ്ഞ് മറിക്കുകയാണ്. പക്ഷേ യേശു എന്തിനു വേണ്ടി വന്നു? ആർക്കറിയാം? അതാർക്കറിയണം എന്നാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അത് പരിതാപകരം തന്നെ, സംശയമില്ല. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നാം ശ്രമിക്കുന്നത്. ഇത് വളരെ വസ്തുനിഷ്ഠമായി നാം ചിന്തിക്കാൻ പോവുകയാണ്. പ്രാവർത്തികമായി, തികച്ചും പ്രാക്ടിക്കലായി മാത്രം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇന്നില്ലാത്തൊരു അച്ചടക്കം, പ്രാവർത്തികമായി ചിന്തിക്കത്തില്ല. വളരെ അവ്യക്തമായ കാര്യങ്ങൾ, അങ്ങ് സ്വർഗത്തിൽ പോകുന്നു, മേഘങ്ങളുടെ ഇങ്ങനെ കറി നിറക്കുന്നു, വാനദൂതന്മാരുടെ കാഹളം ഉരുന്നോന്ന് നോക്കിയിരിക്കുന്നു, പിന്നെ വടക്ക് നിന്ന് അടയാളം വരുന്നു, പടിഞ്ഞാറ് നിന്ന് പടയോട്ടം വരുന്നു, ഇങ്ങനെ നോക്കി. പക്ഷേ ജീവിതത്തിൽ പ്രയോജനം വരുന്ന ഒരു കാര്യവും പ്രാവർത്തികമായി അന്വേഷിക്കാനോ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ, അനുഭവത്തിൽ കൊണ്ടുവരാനോ നാം ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മതജീവിതം അർത്ഥശൂന്യമായി പോകുന്നത്, കാമ്പില്ലാതെ പോകുന്നത്. അതിൻ്റെ പരാധീനത ഇന്ന് വളരെ പ്രകടമാണ്. അത് നമ്മെ അപകടത്തിലേക്ക് അനുദിനം വഴി നയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നത് ഏവരും തിരിച്ചറിയണം എന്ന സദുദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണത്തിൽ കൂടെ പോകാം. എന്താണ് ഈ സമൃദ്ധമായ ജീവൻ? ഈ സമൃദ്ധി എന്ന വാക്കിന് ലോകം കൊടുക്കുന്നൊരു വിവക്ഷയുണ്ട്. അത് മിയർലി ക്വാണ്ടിറ്റേറ്റീവ്. ഇപ്പോൾ ഒരുത്തന് $10 ബില്യൺ സ്വത്തുണ്ടെങ്കിൽ സമൃദ്ധിയാണ്. ഇപ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ കോടീശ്വരൻ കോടിയുള്ളവൻ ഈശ്വരനാണ്, ലക്ഷമുള്ളവൻ പ്രഭുവാണ്. ഇപ്പോൾ ലക്ഷമുള്ളവനും വെറും ചുക്കാലിയാണ്. ആ ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ കോടീശ്വരൻ ഇപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരുടെയും കോടികളൊക്കെ ഉണ്ട്. അപ്പോൾ സമൃദ്ധമായ ജീവൻ എന്നാൽ എന്താണ് അതിനെ മനസ്സിലാക്കുന്ന ഒരു ചെറിയ ഉദാഹരണത്തോടെ. ഈ അടുത്തിടെയാണ് കേരളത്തിലെ സംഗീതപ്രേമികളുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമായ KJ യേശുദാസ് 84-ാം വയസ്സ് പൂർത്തിയാക്കിയത്. അന്ന് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടനുസരിച്ച് അതുവരെ അദ്ദേഹം 70,000 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കണം, 70,000 പാട്ടുകൾ ഒരു വ്യക്തി ആലപിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ണുമിഴിച്ച് നിന്ന് കേൾക്കാനേ നമ്മളെക്കൊണ്ട് സാധ്യമാകുകയുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുദാസ് 60കളുടെ ആദ്യ ഭാഗത്ത് ഞാൻ 70,000 പാട്ടുകൾ പാടണം, അതാണ് എൻ്റെ നിയോഗം എന്ന് വിചാരിച്ചിറങ്ങിയിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോയനെ. എനിക്ക് 70,000 പാട്ടുകൾ പാടാനുണ്ട് എന്നൊരൊറ്റ ചിന്ത വന്ന് തളർന്നവിടെ ഇരുന്നു പോകും. പക്ഷേ അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമീപനം. അങ്ങനെ ആകാൻ ഒക്കത്തുമില്ല എന്ന് നമുക്കറിയാം. ഓരോ ദിവസവും ലഭിക്കുന്ന അവസരങ്ങൾ, അനുഭവങ്ങൾ, അതിൻ്റെ പൂർണ്ണതയിൽ തനിക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വതസിദ്ധമായ വാസനകളുടെയും കഴിവുകളുടെയും ഉച്ചകോടിയിൽ നിന്നുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹം കൂട്ടാക്കി. പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ആ വലിയ ജീവിതം ആരംഭിച്ചത് എന്ന് 2 സൂചനകൾ മാത്രം ഞാൻ നൽകാം. യേശുദാസിൻ്റെ അപ്പൻ ഒരു ചെറിയ ഭാഗവതരായിരുന്നു, അഗസ്റ്റിൻ ജോസഫ്. അപ്പോൾ മകന് പാട്ട് പഠിക്കണമെന്നില്ല താല്പര്യമുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പൻ ഭാഗവതരാണെങ്കിലും മകനെ വേണ്ടതുപോലെ പഠിപ്പിക്കാനുള്ള പ്രാവീണ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നതുകൊണ്ട് മകനെ തിരുവനന്തപുരത്തുള്ള മ്യൂസിക് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പണത്തിൻ്റെ പ്രയാസം കൊണ്ട് അത് അപ്രാപ്യമാണ് എന്നൊരവസ്ഥയിൽ ഈ വളരെ ടാലൻറ്റഡായിട്ടുള്ള തൻ്റെ മകനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മെത്രാൻ്റെ അടുത്ത്, ഏത് മെത്രാനെന്ന് ഞാൻ പറയുന്നില്ല, അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, തിരുമേനിയെ, എൻ്റെ മകന് വല്ല കഴിവുണ്ട്, അവൻ നന്നേ പാടും, അവന് ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്നില്ല താല്പര്യമാണ്, വല്ലതും ഒന്ന് സഹായിച്ചാൽ. പറഞ്ഞു, അയ്യേ,
ക്രിസ്ത്യാനികൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുക, അവനവരെ ടൈപ്പ് വല്ലതും പഠിപ്പില്ല. ഓസ്റ്റിൻ ജോസഫ് അവൻ വല്ലതും അവൻ്റെ കാര്യം നോക്കട്ടെ. ക്രിസ്ത്യാനികൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുക. ഈ പ്രോത്സാഹനമാണ് യുവാവായ യേശുദാസിന് തൻ്റെ സഭയിൽ നിന്ന് ഇന്നുമുണ്ട്. ഈ അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു കത്തോലിക്ക പുരോഹിതൻ ഉച്ചവായിൽ നിന്ന് വിളിച്ചു പോവുകയാണ്, നമ്മുടെ കുട്ടികളെ ആരെയും ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വിടരുത്, ശാസ്ത്രീയ സംഗീതം മുഴുവനും പിശാചാണ്, ശാസ്ത്രീയ സംഗീതം എന്താണെന്നോ അതിൻ്റെ അച്ചടക്കം എന്താണെന്നോ അതിൻ്റെ മാഹാത്മ്യം എന്താണെന്നോ എട്ടും പൊട്ടും അറിയാത്ത ഒരു വിവരദോഷി കുപ്പായം ഇട്ടുകൊണ്ടെന്ന് വിളിച്ചു പോവുകയാണ്. അങ്ങനെയുള്ളവർ 4 അയലത്ത് വന്ന് ചന്ദ്രിക സോപ്പിട്ട് കുളിക്കണം. ആ തരത്തിലുള്ള വിവേകമേ ഉള്ളൂ നമ്മുടെ ആളുകൾക്ക്. ലോക സംഗീത ചരിത്രത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കവച്ചു വെക്കുന്ന ഒരു സംഗീതവും ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ സത്യം. പോട്ടെ, രണ്ടാമതായിട്ട് യേശുദാസിന് ആദ്യമായിട്ട് സിനിമയിൽ പാട്ട് പാടാൻ ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ വിളി വന്നു. അന്ന് മദ്രാസാണ്, ചെന്നൈയല്ല, മദ്രാസിൽ ചെല്ലണം. അപ്പോൾ ട്രെയിൻ കയറി പോകണം. ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 2 രൂപയാണ്. അപ്പോൾ കള്ളവണ്ടി കയറി മദ്രാസിൽ ചെല്ലാനായിട്ട് പോകുന്ന യേശുദാസിനെ അത് പരിചയമുള്ള ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഒരു മത്തായി എന്നാണ്, മത്തായി പറഞ്ഞു, ഞാൻ നിന്നെ രജിസ്ട്രേഷൻ കൊണ്ടാക്കാം, നീ സിനിമയിൽ പാടാൻ പോകല്ലേ, ഒരു ഗമയിൽ പോകാം. അപ്പോൾ അങ്ങനെ വഴി പകുതിയായപ്പോൾ മത്തായി ചോദിച്ചു, ആട്ടെ ടിക്കറ്റ് വാങ്ങിക്കാനൊക്കെ പൈസയൊക്കെ ഉണ്ടല്ലോ? ഉടനെ യേശുദാസ് പറഞ്ഞു, ഇല്ല, ഞാൻ കള്ളവണ്ടി കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ മത്തായി പറഞ്ഞു, അയ്യോ, എന്നാൽ നമുക്ക് തിരിച്ചു പോകാം. അദ്ദേഹം വണ്ടി തിരിച്ചു, ഓടിപ്പോയി ഒരു തടി വിൽക്കുന്ന കട, ടിമ്പർ മാർട്ട്, അത് നടത്തുന്ന ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 30 രൂപ കടം വാങ്ങിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 രൂപയും അങ്ങനെ 50 രൂപ യേശുദാസിൻ്റെ കൊടുത്ത് യേശുദാസിനെ വണ്ടി കയറ്റി വിട്ടു. അവിടെ ചെന്ന ശേഷം ഉദ്ദേശിക്കുന്ന പോലെ റെക്കോർഡിങ്ങൊന്നും നടന്നില്ല. ആരുടെയോ വീടിൻ്റെ ഒരു മൂലയിൽ താമസിക്കാൻ അവസരം കിട്ടി. ആഹാരമില്ല, പട്ടണത്തിലെ പൈപ്പ് വെള്ളമാണ് കുടിക്കേണ്ടത്. കുടിച്ച് ടൈഫോയിഡ് വന്നു. അങ്ങനെ തീരെ വലഞ്ഞിരിക്കുമ്പോഴാണ് റെക്കോർഡിങ്ങിന് വിളിക്കുന്നത്. തലനേരെ നിൽക്കാത്തൊരവസ്ഥയിലാണ് ആദ്യമായിട്ട് യേശുദാസ് ശ്രീ നാരായണ ഗുരുവിൻ്റെ ശ്ലോകം പാടുന്നത്. ജാതിമതഭേദമന്യേ ഏവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന ആ ഒരു ശ്ലോകം ആണ് യേശുദാസ് ആദ്യമായിട്ട് ചൊല്ലുന്നത്. അത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ ചൊല്ലുമ്പോൾ അത് അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിച്ച സംഗീത ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഇതൊരു അത്ഭുതം തന്നെ. എന്നിട്ട് വേറെ ഒരു പാട്ട്, അത് ഉദയഭാനു അദ്ദേഹത്തെ കൊണ്ട് വേറൊരു പാട്ടുകാരനെ കൊണ്ട് പാടിപ്പിക്കാൻ വെച്ചിരുന്ന പാട്ട് അയാളെ വിളിച്ച് അയാളുടെ അനുവാദം വാങ്ങിച്ച് ആ മ്യൂസിക് ഡയറക്ടർ യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനെയാണ് യേശുദാസിൻ്റെ രംഗപ്രവേശനം. ഞാൻ സൂചിപ്പിക്കുന്നത് വളരെയധികം പ്രയാസവും പ്രതികൂലവും ക്ലേശവും കഷ്ടതയും അനിഷ്ടതയും നിരുത്സാഹപ്പെടുത്തലും അഭിമുഖീകരിച്ചാണ് ആ ഗാന അത്ഭുതം, സംഗീത അത്ഭുതം ഇത്രയും എത്തിയത് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എന്തുകൊണ്ട് സമൃദ്ധമായ ജീവൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഉദാഹരണം ഉദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യേശുദാസിനെ പറ്റി ജെറി അമൽദേവ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ജെറി അമൽദേവിനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജസും ലോയേഴ്സും എല്ലാം കൂടെ ചേർന്ന് ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ അവിടുത്തെ ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അന്ന് അവിടെ കാരോൾ പാടിയത് ജെറി അമൽദേവിൻ്റെ ക്വയറായിരുന്നു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടി. ഒരു സന്തോഷമുള്ള അനുഭവമാണ്. എനിക്ക് സംഗീതത്തിൽ പ്രാവീണ്യമുള്ള ആരെ കാണുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ജെറി അമൽദേവ് യേശുദാസിനെ പറ്റി പറയുന്നത്,
അദ്ദേഹത്തിന് ഒരു പാട്ട് പഠിച്ചെടുക്കാൻ കൂടിപ്പോയാൽ അരമണിക്കൂർ മതി. സാധാരണ ഒരാൾക്ക് ആ പാട്ട് പഠിക്കണമെങ്കിൽ 2 ആഴ്ച എടുക്കും. കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പരിചയമുള്ളവർക്ക് അത് പഠിച്ചെടുക്കാൻ ഒരു ദിവസം മതിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, ഈ 70,000 പാട്ട് അദ്ദേഹത്തിന് പാടാൻ പറ്റിയത് അദ്ദേഹം അത്രമാത്രം ഈ ഒരു കലയിൽ വളർന്നത് കൊണ്ടാണ്. അപ്പോൾ സംഗീതത്തിൻ്റെ മേഖലയിൽ സമൃദ്ധമായ ജീവൻ എന്ന ആശയം പ്രാവർത്തികമാക്കുവാൻ യേശുദാസിന് കഴിഞ്ഞത് അദ്ദേഹം വളർന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് അദ്ദേഹം വളർന്നത്? ലഭിച്ച ഓരോ അവസരവും അത് തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച്, യേശു പറഞ്ഞില്ലേ, നിങ്ങൾ സൽഗുണപൂർണരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ചെയ്താലും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിപ്പാൻ, അതിൽ സന്തോഷവും സംതൃപ്തിയും സൗന്ദര്യവും സ്ഥാപിക്കുവാൻ നിങ്ങൾ കഴിയുന്നത്രയും ഉത്സാഹിപ്പീൻ, എരിവോടെ ആവേശത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. അപ്പോൾ ഈ സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായും ഫലം പുറപ്പെടുവിക്കുക. ഇപ്പോൾ സംഗീത മേഖലയിൽ യേശുദാസ് വളരെയധികം ഫലം പുറപ്പെടുവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം എടുത്തു പറയുന്നത്. എന്നാൽ ആ ഫലമെന്ന് പറയുമ്പോൾ അതിൽ വലിയ സൗന്ദര്യബോധമുണ്ട്. ആത്മീയ ജീവിതത്തിൽ സൗന്ദര്യബോധമുണ്ടായിരിക്കണം. ആത്മാവിലായിരിക്കുന്ന വ്യക്തി മനുഷ്യ അന്തസ്സിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാകണം. യേശുവാണ് അതിൻ്റെ മാതൃക. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം, അതിനെ പ്രതിപാദിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ, വെളിച്ചം. മറ്റൊരു വാക്കില്ല, പകരം വെക്കാൻ വേറൊരു വാക്കില്ല. ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നാം സമൃദ്ധമായ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ നാം ഒരിക്കലും ആ ഒരവസ്ഥയിലല്ല ആരംഭിക്കുന്നത്. ആ അവസ്ഥ നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ സഹായിക്കുക എന്നതാണ് യേശു നമുക്ക് ചെയ്യുന്ന ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പുരോഗമിക്കുന്നത് അഭികാമ്യമാണെന്നും ആ ഒരു പ്രയാണത്തിൽ നമ്മോട് കൂടെ വസിക്കുവാൻ, ആ ഒരു വലിയ സംരംഭത്തിന് നമ്മെ തയ്യാറാക്കുവാനും അതിന് തക്കതായ എല്ലാ ഉദവികളും സഹായങ്ങളും ചെയ്യുവാനും പര്യാപ്തനായവനും മനസ്സുള്ളവനും ആഗ്രഹിക്കുന്നവനുമായ നമ്മോട് കൂടെ വസിക്കുന്ന ഒരു പുത്രനായ ദൈവമുണ്ട് എന്നുള്ള വലിയ സന്തോഷവും ആശ്വാസവും, അതുകൊണ്ട് നമുക്ക് പ്രാപിക്കാവുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു പ്രോത്സാഹനം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ വീണ്ടും നമ്മൾ യേശുദാസിൻ്റെ ഉദാഹരണം എടുത്താൽ, അദ്ദേഹത്തിന് ഓരോ ദിവസവും ലഭിക്കുന്ന അവസരങ്ങൾ 100% പ്രയോജനപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, അതത് ദിവസത്തിന് അന്നത്തേതിൻ്റെ ദോഷം മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, അതത് ദിവസത്തെ ചുമതലകൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, എന്നാൽ നന്മകൾ, നേട്ടങ്ങൾ, ഇവയെല്ലാം അതത് ദിവസത്തേത് എന്തൊക്കെയാണോ അത് മാത്രം ശ്രദ്ധിച്ച് നാളെപ്പറ്റി വിഷമിക്കാതെ, നാളെ എന്താകും, മറ്റന്നാൾ എന്താകും, അത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവം നൽകിയ ഇന്ന ദിവസം, അതിലടങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സാധ്യതകൾ, അവ ഏറ്റവും ഭംഗിയായി ആവേശത്തോടുകൂടെ നിർവഹിക്കുന്ന ആ ഒരു അച്ചടക്കം. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അപ്രകാരമൊരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ ഭൗതികമായ ഈ ഒരു അറിവ് കൊണ്ടോ കാഴ്ചപ്പാട് കൊണ്ടോ സാധ്യമല്ല. കാരണം എന്താണ്? ഈ ലോകത്തെ നിർമ്മിച്ചിരിക്കുന്നത്, ഈ ലോകം അതിനെ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപൂർണത എന്ന് പറയുന്ന തത്വത്തിലാണ്. ഞാനതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് നിപതിച്ച ശേഷം മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ സൃഷ്ടിച്ചത്. പട്ടണത്തെ നിർമ്മിക്കുന്ന കയീൻ അവൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നിട്ടാണ് ആ പ്രക്രിയ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അതിന് ശേഷമുണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ സർവ്വവിധമായ നേട്ടങ്ങളെയും പുരോഗതിയെയും ഒരു പ്രത്യേകമായ വെളിച്ചത്തിൽ അത് പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ
ലൗകികമായ ഈ ലോകത്തിൻ്റെ മർമ്മം അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഓരോ ദിവസവും അതിൻ്റെ പൂർണ്ണതയിൽ അധ്വാനിക്കുകയും എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണത അന്വേഷിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവർ മണ്ടരാണ്. കുറുക്കുവഴി ഉപയോഗിക്കുക, വലിയ അധ്വാനവുമില്ലാതെ നാളുകൾ കഴിച്ചു കൂട്ടുക, ഇഷ്ടം പോലെ സുഖിക്കുക, അച്ചടക്കമൊന്നും പാലിക്കാതിരിക്കുക, തോന്നിയ ദിവസമൊക്കെ ജീവിക്കുക, അല്പം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കരുതുക, ബാക്കിയുള്ളതൊക്കെ പോട്ടെ, അതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റല്ല എന്ന് കരുതുക. 84-ാമത്തെ വയസ്സിലും യേശുദാസ് അനുഷ്ഠിക്കുന്ന ഒരു അച്ചടക്കമുണ്ട്. യേശുദാസിനെ നന്നായി അറിയാവുന്ന ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, യേശുദാസിന് തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ വലിയ കൊതിയാണ്, പക്ഷേ അത് ഒരിക്കലും കുടിക്കുകയില്ല. കാരണം തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വരത്തെ അത് ബാധിക്കുമെന്ന് എങ്ങനെയോ ഒരു ചിന്ത വന്നതുകൊണ്ട് 84-ാമത്തെ വയസ്സിലും അദ്ദേഹം തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുകയില്ല. എന്ന് പറയുമ്പോൾ നാം ഏതെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ അതിൻ്റേതായ അച്ചടക്കം സ്വീകരിപ്പാൻ നാം തയ്യാറാകണം. കണ്ടതുപോലെ ജീവിച്ച് വാലി വരച്ച് തിന്ന് അവിടെയും ഇവിടെയും പോയി മുട്ടി തട്ടി ചപ്പും ചവറുമായി നമുക്കൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ സമൃദ്ധമായ ജീവനെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രാവർത്തികമായ കാര്യം ഓരോ ദിവസവും നമുക്ക് ദൈവം കനിഞ്ഞ് നൽകുന്ന അനുഗ്രഹമാണ്, ദാനമാണ് എന്ന് മനസ്സിലാക്കുക. 2, എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പ്രത്യേകമായ വ്യക്തിത്വത്തോട് ബന്ധമുള്ളതും അതിനെ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നതും അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുവാൻ ഉതകുന്നതുമായ അവസരങ്ങളും ആ അവസരങ്ങളോട് ബന്ധമുള്ള പ്രതികൂലങ്ങളും ഉണ്ടായിരിക്കും. അവസരമുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും. ഇത് പ്രത്യേകിച്ച് യുവാക്കന്മാർ മനസ്സിലാക്കേണ്ട മർമ്മമാണ്. ഇങ്ങനെയുള്ള ബോധമുള്ള പഠിപ്പീരുകളില്ലാത്തത് കൊണ്ട് ഏതാണ്ട് സ്വപ്നലോകത്തിൽ ആണ് നമ്മൾ വസിക്കുന്നത് എന്നൊരു ധാരണ ആളുകൾ ആർജിച്ച് ആ ഒരവസ്ഥയിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രയാസം വരുമ്പോൾ എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ് ജീവിതത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദുരന്തം ഇന്ന് കൂടുതൽ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ആത്മഹത്യ തന്നെ കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു, ഭയാനകമായി വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു കാരണം ഇവിടെയാണ്. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റേതായ അവസരങ്ങളും അവസരങ്ങളോട് അനുബന്ധമായ പ്രതികൂലങ്ങളും, എന്നാൽ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപയും. 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു: അവസരങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ, 2 അതിൻ്റേതായ പ്രതികൂലങ്ങൾ, 3 പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള കൃപ, 4 അങ്ങനെ ആകുമ്പോൾ നാം ആർജിക്കുന്ന വ്യക്തിത്വ വികസനം. ഓരോ ദിവസവും ഇത് സംഭവിക്കേണ്ട 4 ഘടകങ്ങൾ, സമർത്ഥമായ ജീവൻ്റെ 4 ഘടകങ്ങൾ. ഓരോ ദിവസവും അതിൻ്റേതായ പ്രത്യേകതയുള്ള സാധ്യതകൾ നമുക്ക് നൽകുന്നു. 2 സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ പ്രതികൂലങ്ങളുണ്ടായിരിക്കും. 3 പ്രതികൂലത്തെ അതിജീവിക്കാനുള്ള ദൈവകൃപ നമ്മുടെ അവകാശമാണ്. 4 അതിനെ പ്രയോജനപ്പെടുത്തുന്ന മുന്നേറുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ചയുണ്ടാകുന്നു. ആ വളർച്ച അനുദിനം സംഭവിക്കുന്നത് കൊണ്ട് ഒരു കാലഘട്ടത്തിനുള്ളിൽ വലിയ വളർച്ചയുണ്ടാകുന്നു. അതിൻ്റെ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ക്ലോക്ക് ശ്രദ്ധിക്കുക. അതിൽ 2 ഉണ്ട്, മിനിറ്റ് ഹാൻഡിലുണ്ട്, അവർ ഹാൻഡിലുമുണ്ട്. മിനിറ്റിനെ സൂചിപ്പിക്കുന്ന കൈയുണ്ട്, മണിക്കൂറിന്. ചില ക്ലോക്കിൽ സെക്കൻഡുമുണ്ട്, അത് സെക്കൻഡ് അങ്ങ് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ആ ഒരു കൈ നോക്കിയാൽ, ഹാൻഡിൽ നോക്കിയാൽ, അത് ചലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അത് ഒറ്റ ഇരിപ്പിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇതെങ്ങനെയാണിത് 12 തവണ കറങ്ങി ഈ 12 മണിക്കൂർ തികയ്ക്കുന്നത്? 24 മണിക്കൂർ തികച്ചെങ്കിലല്ലേ ഒരു ദിവസം ആകത്തുള്ളൂ. ഇതങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അത് നിരന്തരമായി വളരെ ചെറുതായി മൂവ് ചെയ്യുന്നത് കൊണ്ട് അത് 12 മണിക്കൂർ തികയ്ക്കുന്നു. നമ്മുടെ വളർച്ച അതുപോലെയാണ്.
ഒന്നും വളർച്ച നാടകീയമാകുകയില്ല. ഇപ്പോൾ പ്രകൃതി ചെടികൾ നിൽക്കുന്നു, അത് നമ്മുടെ കൺമുമ്പിൽ നോക്കുമ്പോൾ വളരുന്നത് കാണുകയില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ, 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ചില പച്ചക്കറി ചെടികൾ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്രയും വളരുന്നു, എന്നാൽ നോക്കി നിൽക്കുമ്പോൾ വളരുന്നില്ല. അപ്പോൾ നമ്മുടെ വളർച്ച അങ്ങനെയാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് ദൈവദത്തമാണെന്നറിഞ്ഞിട്ട് അതിനെ പൂർണ്ണ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ലക്ഷ്യബോധം അത് നമ്മുടെ വ്യക്തിത്വ വളർച്ചയെ വളരെ സഹായിക്കുന്നു. അങ്ങനെ വളരുന്നത് കൊണ്ട് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഏതെങ്കിലും സേവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അധ്വാനം ചെയ്യുമ്പോൾ, കലാപരമായ അധ്വാനമാണെങ്കിലും അല്ല ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിലാണെങ്കിലും ബൗദ്ധികമായ സർഗാത്മകതയിലുള്ള സൃഷ്ടിപരമായ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും കഴിഞ്ഞ മാസം ഞാൻ അനുഭവിച്ച പ്രയാസത്തേക്കാൾ ഈ മാസം കുറഞ്ഞിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത് 1976. ആ ലേഖനം എഴുതാൻ എനിക്ക് 2 ആഴ്ച എടുക്കേണ്ടി വന്നു. എഴുതി ഒരു 100 തവണ അത് കറക്റ്റ് ചെയ്ത് ഓരോ വാക്കും മാറ്റി അവസാനം ഏതാണ്ട് തൃപ്തിയായപ്പോൾ അയച്ചു, അത് പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഞാൻ വീമ്പിളക്കാണ് നിങ്ങൾ വിചാരിക്കുകയില്ല എങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒരു ആർട്ടിക്കിൾ എഴുതി തൃപ്തിയായ വിധത്തിൽ എഴുതി ഒരു ന്യൂസ് പേപ്പറിന് അയച്ചു കൊടുക്കാനുള്ള കഴിവ് ആർജിക്കുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമായത് ഈ കാലഘട്ടം അത്രയും എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് വളരുവാൻ ശ്രമിച്ചു. നാം എന്തു ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമ്മുടെ വളർച്ചയായിരിക്കണം, പണമല്ല, പ്രശസ്തിയല്ല, നമ്മുടെ വളർച്ച. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം തൻ്റെ മക്കൾ വളരണം എന്നുള്ളതാണ്. ആ വളർച്ചയാണ് സമൃദ്ധമായ ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാവർത്തികമായ വശം. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മെ പങ്കാളികളായിട്ടാണ് യേശു വിഭാവനം ചെയ്യുന്നത്. നാം യേശുവിൻ്റെ പങ്കാളികളാണ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ലക്ഷ്യം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ശരീരത്തിൽ യേശു നമ്മുടെ കൂടെ ഇല്ല എങ്കിലും ആത്മാവിൽ യേശു നമ്മോട് കൂടെയുണ്ട്. കാരണം ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടാണ് നമ്മെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നാം നമ്മെ അറിയേണ്ടത്. അങ്ങനെ എപ്രകാരം യേശു തൻ്റെ പരിശുശ്രൂഷ കാലത്ത് പ്രവർത്തിച്ചു, അനുദിനം ഓരോ നിമിഷവും പ്രവർത്തിച്ചു, അത് അത്ഭുതങ്ങളുടെ അത്ഭുതമായി ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ അനുദിനം പ്രവർത്തിക്കുന്ന നാം ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതമായി തീരത്തക്കവണ്ണമുള്ള വ്യക്തിത്വ വികസനം പ്രാപിപ്പാൻ അർഹതയുള്ളവരാണ്. അത് പ്രാപിക്കുമ്പോൾ നാം ആത്മീയമായ ലക്ഷ്യത്തോട് നിരന്തരം സമീപിക്കുന്നവരായിത്തീരും. അത് യേശു വിഭാവന ചെയ്ത ഒരു ലക്ഷ്യം തന്നെയാണ്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കേണ്ടതിന് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നാം നമ്മുടെ വളർച്ചയുടെ ഭാഗമായി കൂടുതൽ ഇപ്പോൾ 10 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത ആൾ ഇപ്പോൾ 100 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യും എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച അത് മറ്റുള്ളവർക്ക്, എനിക്കതീതമായുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അത് പരിശുദ്ധമായി തീരുന്നതാണ് വളർച്ച. ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ പ്രശസ്തിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. ആത്മീയമായി നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതാണ് വെളിച്ചമെന്ന് പറയുന്നത്. അപ്പോൾ സമൃദ്ധമായ ജീവൻ്റെ അർത്ഥം വെളിച്ചത്തിലേക്കുള്ള നമ്മുടെ വ്യക്തിത്വ വികസനം, അതായത് നമ്മുടെ വ്യക്തിത്വം വെളിച്ചമായി തീരത്തക്കവണ്ണമുള്ള വികസനം, അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണമെങ്കിൽ ദൈവികമായ ദർശനത്തിൽ യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ ഓരോ ദിവസവും
നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് വരുന്ന നമ്മുടെ സ്വാധീന, അധികാര അല്ലെങ്കിൽ ചുമതല പരിധിയിൽ നിൽക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ സാധ്യതകളും ചുമതലകളോടും നാം പ്രതികരിക്കുമ്പോൾ, സഹകരിക്കുമ്പോൾ, അതിൽ നിന്ന് പൊന്തി വരുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ നാം നിറവേറ്റിക്കൊണ്ടേയിരിക്കുമ്പോൾ, അത് പരിശുദ്ധമായ ഉദ്ദേശത്തോടുകൂടെ തന്നെ നിർവഹിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ വ്യക്തിത്വം വളരുകയും അങ്ങനെ ഓരോ പടിയും കടന്ന് നമ്മുടെ ഇഹലോകവാസത്തെ പറ്റിയുള്ള നമ്മുടെ ആ ചിന്താഭാരം, അയ്യോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടല്ലോ, എന്തെല്ലാം പ്രതികൂലങ്ങൾ കൂടി ഞാൻ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള ചിന്ത 100% നമ്മളിൽ നിന്ന് വിട്ടുപോകും. എന്ന് മാത്രവുമല്ല, നമ്മളുടെ ജീവൻ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു വലിയ വിരുന്നായി തീരുകയും ചെയ്യും. ഇത് അതിശയോക്തിയല്ല, ഇത് വളരെ പ്രാവർത്തികമായ ഒരു വശമാണ്. പക്ഷേ ഈ ഒരു ലക്ഷ്യത്തോട് അല്പം പോലും താല്പര്യമില്ലാതെ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി യേശുവിനോടുള്ള ബന്ധത്തിൽ എന്ന് നാം നടിച്ച് യേശുവിൻ്റെ ലക്ഷ്യത്തെ 100% അവഗണിച്ച് സമൃദ്ധമായ ജീവൻ എന്ന ലക്ഷ്യം തികച്ചും അസാധ്യമാണ്, അപ്രാപ്യമാണ് എന്ന കട്ടായം പിടിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം വിശ്വാസികളും. പിന്നെ നാം എങ്ങനെ ക്രിസ്ത്യാനികളായി എന്നത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്തൊരു കടങ്കഥ തന്നെയാണ്. യേശുവിൻ്റെ ലക്ഷ്യത്തോട് താല്പര്യമില്ലാത്തവർ എങ്ങനെയാണ് യേശുവിൽ ഒന്നായിത്തീരുകയും യേശുവിൻ്റെ ശരീരമായി തീരുകയും ചെയ്യുന്നത് എന്നത് എൻ്റെ ബുദ്ധിയെ കവിയുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് യേശുവിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സമൂഹമോ അവരിൽ നിശ്ചയമായും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവർ നിരന്തരമായി വളർന്നുകൊണ്ടേയിരിക്കും എന്നത് തന്നെയാണ്. ആ വളർച്ച പ്രാപിക്കാത്ത മനുഷ്യർ അവർ മുരടിച്ചു പോവുകയും അല്പത്തരത്തിൻ്റെയും അത് പുറപ്പെടുവിക്കുന്ന പലവിധമായ ചീഞ്ഞ് അളിഞ്ഞ പ്രവൃത്തികളുടെയും കാഴ്ചപ്പാടിൻ്റെയും ഇരകളായി തീരുകയും ചെയ്തിട്ട് അവരുടെ ജീവിതത്തെ അവർ ഭാരമാക്കി തീർക്കുന്നു, മറ്റുള്ളവർക്ക് അത് വിനയാക്കി തീർക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് വളരെ സത്യമാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർ, വയോധികരായ ആളുകൾ, നമുക്ക് നമ്മുടെ അവസ്ഥ ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സമൃദ്ധമായ ജീവൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? അതോ നാം മറ്റുള്ളവരുടെ ഇരയാണ്, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകണം. സമൃദ്ധമായ ജീവൻ എന്ന ദൈവികമായ ലക്ഷ്യത്തെ പിന്തുടർന്ന് ജീവിക്കാത്തൊരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വികസനവും പ്രാപിക്കുന്നില്ല. വികസനം പ്രാപിക്കുന്നതിൽ കൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില വർദ്ധിക്കുകയുള്ളൂ. നമ്മുടെ വില വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മളെ കരുതുകയുള്ളൂ. വിലയില്ലാത്തൊരു വ്യക്തിയെ ചപ്പും ചവറുമായിട്ട് മാത്രമേ ആളുകൾക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയാണ്. അപ്പോൾ യേശു നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ തിരിച്ചറിയേണ്ട സത്യം, നാം അപകടത്തിലേക്ക് പോകുകയാണ്. നാം നമ്മുടെ ഭാവി കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും അവസ്ഥയിലേക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോകുകയാണ്. എന്നാൽ ആ ഒരു വലിയ ദുരന്തം ഒന്ന് അവോയ്ഡ് ചെയ്യുവാൻ, അത് വരാതിരിക്കത്തക്കവണ്ണം ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനുള്ള മാർഗമാണ് യേശുവിൻ്റെ മാർഗം. അത് അത്ര പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. ഓരോരോ ദിവസവും ദൈവം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണത, ആ ദിവസത്തിൻ്റെ പൂർണ്ണതയെ എൻ്റെ വ്യക്തിത്വം, അത് ഇപ്പോൾ 2010 മാർച്ച് 11 എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, അത് പൂർണ്ണമായ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയല്ല, ആ അവസ്ഥയുടെ പൂർണ്ണത. ആ പൂർണ്ണതയിൽ ഞാൻ ഇതിനോട് പ്രതികരിക്കുകയും
അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ യേശുവിനോടുള്ള പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാകയാൽ അവൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് കടമെടുക്കാൻ കഴിയും. അതിൻ്റെ മർമ്മമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ആത്മധൈര്യത്തിൽ കടുകുമണിയോടും വിശ്വാസമുണ്ടെങ്കിൽ നാം ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ഓരോ ദിവസവും നമുക്ക് പ്രവർത്തിക്കുവാനും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം മറ്റുള്ളവർ അറിയുവാനും നാം അറിയുവാനും ഇടയായിത്തീരും. അത് വലിയ ആത്മധൈര്യത്തിന് നിർവൃതിക്കും വഴിയൊരുക്കും. അങ്ങനെ ഓരോ ദിവസവും നാം മുൻപോട്ട് പോകുമ്പോൾ അടിവച്ച് നാം സന്തോഷത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വലിയ ശ്രേണിയിൽ ചെന്നെത്തും എന്നത് തികച്ചും പ്രാവർത്തികമായ സത്യമാണ്. എന്നാൽ അതേസമയം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും നാം പാഴാക്കിക്കളഞ്ഞ് വൃഥ ആക്കി അതിലെ അവസരങ്ങൾ തന്നെ കണ്ണടച്ച് ഒന്നിലും വിശ്വാസമില്ലാതെ ഒന്നിനെപ്പറ്റിയും ആവേശമില്ലാതെ പൊത്തുരുത്തത്തിൽ എങ്ങനെയെങ്കിലും നാളെ കഴിച്ചു കൂട്ടണം. സന്ധ്യയായ ഉഷസ്സുമായ 1-ാം ദിവസം, സന്ധ്യയായ ഉഷസ്സുമായ 100-ാം ദിവസം, ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വിധത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരെ കാത്തിരിക്കുന്ന ആ അവസ്ഥ ഭയാനകമാണ് എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്തവരെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യേശു ഏത് ലക്ഷ്യത്തോടുകൂടെ കടന്നു വന്നു ആ ലക്ഷ്യത്തോട് ചിന്തയും ബഹുമാനവും താല്പര്യമുള്ളവരായിരിക്കേണ്ടത് പ്രാഥമികമായ കടമയാണ്. അല്ലാതെ നാം യേശുവിനെ മാനിക്കുന്നുവെന്നോ ആരാധിക്കുന്നുവെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാം അധരം കൊണ്ട് പറയുന്നത് നമ്മുടെ ജീവൻ കൊണ്ട് നാം നിരാകരിക്കുകയാണ്. വാട്ട് വി സേ വിത്ത് അവർ മൗത്ത് വി കോൺട്രഡിക്റ്റ് വിത്ത് അവർ ലൈഫ്. ദാറ്റ്സ് എ മിസറബിൾ സ്റ്റേറ്റ് ഓഫ് സെൽഫ് കോൺട്രഡിക്ഷൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ പ്രത്യേകിച്ച് യുവതീവാക്കന്മാർ ഇത് മനസ്സിലാക്കുകയും ഈ അച്ചടക്കത്തിൽ മുതിർന്നു വരുവാൻ ശ്രമിക്കുകയും ചെയ്യണം. മാത്രവുമല്ല, പൊതുവായ വിശ്വാസ സമൂഹത്തിൻ്റെ ദർശനം ഇപ്രകാരമായിരിക്കണം: സമൃദ്ധമായ ജീവനിലേക്ക് അനുദിനം അടിവച്ച് മുന്നേറുന്ന ഒരു സക്രിയമായ പ്രവർത്തനോത്സുകമായ ആത്മാവിൽ ആവേശഭരിതമായ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടമായി നാം ഉയർത്തപ്പെട്ടാൽ അതൊരു വലിയ സാക്ഷ്യമായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.